IFFKയിൽ 19 സിനിമകളുടെ പ്രദർശനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. 5-ാം ദിവസമായി 9 ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങും. ഫലസ്തീൻ പ്രമേയമായുള്ള ചിത്രങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിലപാടുകളെ വിമർശിക്കുന്ന ചിത്രങ്ങൾക്കുമാണ് അനുമതി നിഷേധിച്ചത്. വിഷയത്തിൽ ചലച്ചിത്ര അക്കാദമിക്കെതിരെ സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്തെത്തി. മുൻകൂട്ടി അനുമതി ലഭിക്കാതെ സിനിമ എന്തുകൊണ്ട് IFFKയിൽ ഉൾപ്പെടുത്തിയെന്നാണ് ബിജുവിന്റെ ചോദ്യം. ചലച്ചിത്ര അക്കാദമി ചെയർമാനില്ലാതെ ചലച്ചിത്രമേള നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണെന്നും ഡോക്ടർ ബിജു ആരോപിച്ചു. സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. സനിസ, ഇന്ന് ഏതൊക്കെ സിനിമകളാണ് പ്രദർശിപ്പിക്കേണ്ടിയിരുന്നത്? അത് ഈ ഡെലിഗേറ്റ്സിന് എന്ത് മറുപടിയോ സന്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്? അതിൽ ചിത്രത്തിൽ ഇന്ന് 9 ചിത്രങ്ങളാണ്. 72 ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കേണ്ടതായിരുന്നു. അതിൽ 9 ചിത്രങ്ങളാണ് ഇന്ന് ഇത്തരത്തിൽ എക്സംഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് മൂലം പ്രദർശിപ്പിക്കാൻ കഴിയാതെ പോയത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ മൗറിത്താനിയൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദുറഹ്മാനെ സിസാക്കോയുടെ ചിത്രം ബമാക്കോ അതിൽ ഒരു ചിത്രമാണ്. കൂടാതെ തന്നെ യെസ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ പറയുന്ന ചിത്രവും അതിലുണ്ട്. അത്തരത്തിൽ 9 ചിത്രങ്ങളാണ് ഇത്തരത്തിൽ ഇന്ന് പ്രദർശിപ്പിക്കാൻ കഴിയാതെ പോയത്. ഫലസ്തീൻ 36 ഉദ്ഘാടന ചിത്രമായിരുന്നു. IFFKയുടെ ഉദ്ഘാടന ചിത്രമായ ഫലസ്തീൻ 36ഉം ഇന്ന് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്പാനിഷ് ചിത്രമായ ബീഫ്, അതിന്റെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പാനിഷ് ചിത്രമാണ്. അതിൽ ബീഫിനെ പറ്റി യാതൊന്നും തന്നെയില്ല. അവിടുത്തെ ഒരു പദപ്രയോഗമാണ് ബീഫ് എന്ന ആ ഒരു പേര്, ആ ടൈറ്റിലിനെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് ബീഫ് എന്ന് കണ്ടപ്പോൾ തന്നെ ആ സിനിമ പ്രദർശിപ്പിക്കേണ്ട, ഇതിന് എക്സംഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല എന്ന് കേന്ദ്രം തീരുമാനിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ